കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ NIA ഒരു ദ്വിദിന തീവ്രവാദ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ ഉദ്ഘാടനം ചെയ്ത വേളയിൽ ശ്രീ അമിത്ഷാ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം കേന്ദ്രം നടത്തുന്നു. അതായത് രാജ്യത്ത് 360 ഡിഗ്രിയിലുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഈ 360 ഡിഗ്രിയിലുള്ള ആക്രമണ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ രാജ്യത്തിന് പുറത്തേക്കല്ല, രാജ്യത്തിനകത്തേക്ക് തന്നെ. ഈ രാജ്യത്ത് അനവധി കൊട്ടേഷൻ ഗ്രൂപ്പുകൾ, മാഫിയ ഗ്രൂപ്പുകൾ, മയക്കുമരുന്ന് ശൃംഖലകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവരെ കൈകാല് വെട്ടുന്നവരായിട്ടോ ഇല്ല പണത്തിന് വേണ്ടിയിട്ട് പിടിച്ചുപറി നടത്തുന്നവരായിട്ടൊക്കെയാണ് കൊട്ടേഷൻ സംഘങ്ങളെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇവർ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. പലപ്പോഴും ഇതിന്റെ തലവന്മാർ വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവിടെ താമസം ആരംഭിക്കുകയും തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുകയും ആ തീവ്രവാദ സംഘടനകളുടെ ആയുധങ്ങളും മറ്റുമൊക്കെ എത്തിക്കുന്നത് ഇത്തരം കൊട്ടേഷൻ സംഘങ്ങൾ വഴിയാണ്. ഒപ്പം തന്നെ മയക്കുമരുന്ന് ശൃംഖലകൾ വഴിയൊക്കെയാണ് ഈ തീവ്രവാദം രാജ്യത്ത് പ്രചരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് പറയുന്നവർ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ സഹായികൾ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പോലീസിലടക്കം ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. പോലീസുകാർ ഇവരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും ഈ പോലീസും മാഫിയയും കൂട്ടുചേർന്ന് പോകുന്ന അനവധി വാർത്തകൾ കേരളത്തിലടക്കം നമ്മൾ കേൾക്കാറുള്ളതാണ്. അത്തരത്തിൽ പോകുമ്പോൾ അത് രാജ്യദ്രോഹപരമാണ്. അവരെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി ഒരു പുതിയ ഗ്രൂപ്പിന് അല്ലെങ്കിൽ പുതിയ ഒരു ഫോഴ്സിന് ഇപ്പോൾ രൂപം നൽകി വരികയാണ് അമിത്ഷാ. അതിൽ പോലീസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പോലീസ്, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, മറ്റ് ഡിഫൻസ് ഫോഴ്സുകൾ, സൈന്യമടക്കമുള്ള ഡിഫൻസ് ഫോഴ്സുകളും മറ്റും ചേർത്തുകൊണ്ടുള്ള ഒരു ദ്രുത കർമ്മസേന പോലെ ഒന്ന് അത്തരക്കാരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇത്തരം തെളിവുകൾ അനവധി കിട്ടിയിരുന്നു. അതിനുശേഷം നമ്മളുടെ ദില്ലി സ്ഫോടനത്തിലും ഇത്തരം തെളിവുകൾ കിട്ടിയിരുന്നു. ഇത്തരം ഗ്രൂപ്പുകൾ വഴിയാണ് ഈ ഭീകരവാദികൾ രാജ്യത്തേക്ക് ആയുധങ്ങളും മറ്റു വസ്തുക്കളും കടത്തുന്നത്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കുകളും മറ്റും നടക്കും ഇത്തരം കൊട്ടേഷൻ സംഘങ്ങൾ വഴിയാണ്. അതുകൊണ്ട് ഇവർ കൊട്ടേഷൻ സംഘങ്ങളല്ല എന്ന് തന്നെയാണ് അമിത്ഷാ അതിൽ എടുത്തു പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ ഇവരുടെ തുടക്കം എന്ന് പറയുന്നത് പിടിച്ചുപറിക്കാരായിട്ടും കൂലിത്തല്ലുകാരായിട്ടുമായിരിക്കും, പക്ഷെ ഇത്തരം സംഘങ്ങൾ അങ്ങനെയല്ല എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. അത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ കേരളം പോലെയുള്ളിടത്ത് കരച്ചിൽ ഉണ്ടാവുക സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്തരം സംഘങ്ങളെ വളർത്തുന്നതിൽ വലിയ പങ്ക് രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ അടങ്ങിയിരിക്കില്ല. ഇരവാദം പറഞ്ഞവർ മുൻപോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദമായ അനാലിസിസ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇത് മുൻപോട്ട് പോകുന്നത്, ഏത് തരത്തിലായിരിക്കും ഈ ഓപ്പറേഷൻ, എന്താണ് സംഭവിക്കുക എന്നുള്ളത് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന ഞങ്ങളുടെ ചാനലിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.